സോഷ്യൽ മീഡിയ തന്നെ അങ്ങ് ഒഴിവാക്കി. കാരണം നല്ല രീതിയിൽ നമ്മൾ ടൈം വേസ്റ്റ് ആക്കുന്ന പോകുന്നുണ്ട്. കാരണം ആദ്യം നോക്കുന്ന ഒരു കുറച്ച് സമയം മതി നമ്മൾ പഠിച്ചൊരു കാര്യം റിവൈൻഡ് ചെയ്യുക എന്നുള്ളത്. നമുക്ക് ഒന്നുകിൽ സെറ്റ് അല്ലെങ്കിൽ നെറ്റ് ഏതെങ്കിലും ഒന്ന് ക്ലിയർ ചെയ്യണം. അങ്ങനെ ഞാൻ നോക്കിയപ്പോഴാണ് ഐ+ന്റെ വീഡിയോസ്. കാരണം എനിക്ക് ഓൾറെഡി എൻ്റെ ഫ്രണ്ട് അവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ടും എനിക്കറിയാം. അങ്ങനെ ഞാൻ ഫ്രീ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. ഞാൻ വിചാരിച്ചു എനിക്ക് കിട്ടത്തൊന്നുമില്ല. ഞാൻ എന്നിട്ടും റിസൾട്ട് വന്നിട്ട് കുറേ നേരം സമയം കഴിഞ്ഞിട്ടാണ് ഞാൻ റിസൾട്ട് നോക്കിയത്. എല്ലാവരുടെയും സ്റ്റാറ്റസും കാര്യങ്ങളും എല്ലാം കണ്ടു കഴിഞ്ഞിട്ടാണ് ഞാൻ നോക്കിയത്. അങ്ങനെ നോക്കിയപ്പം ഇതുപോലെ പാസ്ഡ്, കൺഗ്രാജുലേഷൻ എന്നൊരു മെസ്സേജ്. അവളെ ഇതുപോലെ ആഗ്രഹിച്ചതാണ്. അവൾക്ക് ഇതുപോലെ ഞാനൊന്നും ചെയ്തില്ല സെറ്റിൻ്റെ എക്സാമിന്. എന്നിട്ട് അവൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നൊരാഗ്രഹം തോന്നി. അവൾ എന്നോട് പറഞ്ഞു. അതുകൊണ്ട് അവൾക്ക് നെറ്റ് പഠിക്കാൻ ഒരു അവസരം ഞാൻ ഒന്ന് കൊടുത്തു നോക്കുന്ന രീതിയിലാണ് അമ്മ എന്നെ ഞാൻ ജോലി റിസൈൻ ചെയ്തെന്ന് പറഞ്ഞ ആൾക്കാർക്ക് മറുപടി കൊടുത്തത്. ഒരു വിജയം നേടിക്കഴിഞ്ഞാൽ അടുത്തടുത്ത വിജയങ്ങൾക്കുള്ള സാധ്യത വളരെ കൂടും. വല്ലാത്തൊരു എനർജി കിട്ടുമല്ലേ? അതെ സാർ, ഭയങ്കരമായിട്ടൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും. നമ്മൾ ഇതിലല്ല ഒതുങ്ങേണ്ടത്, കുറച്ചുകൂടെ നമ്മൾ ചെയ്യണം എന്നുള്ള ആഗ്രഹം. തീർച്ചയായിട്ടും JRFലേക്ക് പോകാനപ്പോ റെഡി ആണല്ലോ അല്ലേ? അടുത്തൊരു ഇന്റർവ്യൂ ഇതുപോലെ നമുക്കൊരു സീറ്റിലിരിക്കാൻ പറ്റും എന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഹായ്, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അഭിരാമിയാണ്. ഏറ്റവും വലിയൊരു സന്തോഷം, സ്വന്തം നാട്ടുകാരിയാണ്, അടൂരുകാരിയാണ് അഭിരാമി. കൊമേഴ്സിലാണ് നെറ്റ് ജൂൺ 2025 സൈക്കിളിൽ ക്വാളിഫൈ ചെയ്തത്. അഭിരാമിയുടെ വിജയവിശേഷങ്ങൾ നമുക്ക് ഇന്റർവ്യൂയിലൂടെ കേൾക്കാം. സ്വാഗതം അഭിരാമി. ആദ്യമായിട്ട് ഈ ഒരു ജേർണി തുടങ്ങിയത് എങ്ങനെയായിരുന്നു? എവിടെയാണ് PG ചെയ്തത്? എത്രാമത്തെ നെറ്റ് അറ്റംപ്റ്റ് ആയിരുന്നു? എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ പറയാമോ? ജേർണി എന്ന് വെച്ചാൽ അത് നേരെയുള്ളൊരു ജേർണി ആയിരുന്നില്ല. കുറച്ച് വളവ് തിരിവുകളുണ്ടായിരുന്നു. ഞാൻ ഡിഗ്രി പഠിച്ചത് പന്തള NSS കോളേജിലാണ്. PG ചെയ്തത് ഇക്ബാൽ കോളേജ് പെരിങ്ങമല, തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിലുള്ളത്. പിന്നീട് ഞാൻ നെറ്റിലോട്ട് എത്തിയത് അതിൽ നേരെ വന്നതല്ല. കാരണം അത് കുറേ കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്തായിരുന്നു. ഡിഗ്രി കഴിഞ്ഞിട്ട് എനിക്ക് 1 ഇയർ ബ്രേക്ക് കഴിഞ്ഞിട്ടാണ് ഞാൻ PGക്ക് ജോയിൻ ചെയ്തത്. കുറച്ച് ഫിനാൻഷ്യൽ പ്രോബ്ലം കാരണമായിരുന്നു എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റാഞ്ഞത്. എന്നിട്ട് കോളേജിൽ ജോയിൻ ചെയ്തു. അത് വീടിനടുത്ത് തന്നെയല്ല, ദൂരെയായിരുന്നു. ഹോസ്റ്റലിൽ നിന്നായിരുന്നു പഠിച്ചിരുന്നത്. അവിടെ ഞാൻ ചെന്നപ്പോൾ എനിക്ക് അവിടെ ഒരു PhD ചെയ്യുന്ന ഒരു ചേട്ടനെ പരിചയപ്പെടാൻ സാധിച്ചു. പുള്ളിക്കാരന് 2020-21 ബാച്ചിന് തോന്നുന്നു നെറ്റ് ക്വാളിഫൈ ചെയ്തത്. അങ്ങനെ ഞാൻ എങ്ങനെയാണ് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി. എന്നിട്ട് പുള്ളിക്കാരൻ്റെ നിന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ കളക്ട് ചെയ്തായിരുന്നു. പക്ഷെ പഠിച്ചു തുടങ്ങിയില്ല. എന്തൊക്കെയാണെന്ന് നോക്കി അത് ഇംഗ്ലീഷും ഇംഗ്ലീഷും ഹിന്ദിയും കൂടെയുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു എനിക്ക് കിട്ടിയത്. എനിക്കൊന്നും മനസ്സിലായില്ല. പിന്നെ ഞാൻ അങ്ങനെ PGയിലോട്ട് പഠിത്തം ആയി. ഇതിലോട്ടൊരു പ്രിപ്പറേഷൻ കാര്യങ്ങളൊന്നും ഇല്ല, ഇതങ്ങ് വിട്ട്. പിന്നീട് ഞാൻ ആ ഇടയ്ക്കായിരുന്നു എൻ്റെ ഫ്രണ്ട് ശില്പ ക്വാളിഫൈ ആയ കാര്യം ഞാൻ ഇതുപോലെ സ്റ്റാറ്റസ് ഇട്ട് കാണുന്നത്. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു പഠിച്ചിരുന്നത്. അവൾ ഫിനാൻസ്, ഞാൻ ടാക്സ് ആയിരുന്നു BComന് പഠിച്ചപ്പോൾ. അങ്ങനെ അത് കണ്ടപ്പോൾ ഓക്കെ, ഇങ്ങനെ ഞാൻ അവൾക്ക് കൺഗ്രാജുലേഷൻ പറഞ്ഞു. പിന്നീട് ഞാൻ ഇതുപോലെ ഐ+ന്റെ വീഡിയോ കാണുന്നു, സക്സസ് സ്റ്റോറീസ് കാണുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ഓക്കെ, എന്തായാലും ഒന്ന് എഴുതി നോക്കാം, എന്നെക്കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്ന് നോക്കാം എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ ജൂൺ സൈക്കിളിൽ രജിസ്റ്റർ ചെയ്തു. പക്ഷെ അത് ആദ്യമായിട്ട് NDA ഓഫ്ലൈൻ നടത്തിയ ഒരു എക്സാം ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് പേപ്പർ ബേസ്ഡ് എക്സാം എഴുതാൻ പറ്റി. പക്ഷെ അത് എന്താ ചെയ്യാൻ, അത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ എനിക്ക് എക്സാം എന്താണെന്ന് മനസ്സിലായി. ഓക്കെ, ഇത് നമ്മൾ ചുമ്മാ പോയിട്ട് കാര്യമില്ല. പിന്നീട് എനിക്ക് ഒരു അവസരം കൂടെ കിട്ടി, ആ എക്സാമിൻ്റെ എൻ്റെ ഓൺലൈൻ മോഡ് അറ്റൻഡ് ചെയ്യാൻ. അങ്ങനെ എനിക്ക് വീണ്ടും ആ എക്സാമിനെ പറ്റി പഠിക്കാൻ അവസരം കിട്ടി. 3 മണിക്കൂർ ആ എക്സാം ഹാളിൽ ഇരിക്കണമെങ്കിൽ നമ്മൾ 2 മണിക്കൂർ മുമ്പേ ആ ഹാളിൽ എത്തണം. അതിന് നമ്മുടെ മൈൻഡ് സെറ്റ് ആവണം. ഫിസിക്കലി ആയാലും മെൻ്റലി ആയാലും എല്ലാ രീതിയിലും നമ്മൾ ആ ഒരു എക്സാമിന് വേണ്ടി റെഡി ആവണം. പിന്നെ ആ 3 മണിക്കൂർ എക്സാമിന് ഇരിക്കുകയെന്ന് വെച്ചാൽ ഭയങ്കരധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഉറക്കം വരും. വൈറ്റ് സ്ക്രീനിലോട്ട് തന്നെ നോക്കിയിരിക്കുമ്പം നമുക്ക് ഭയങ്കരമായിട്ടും ഡീവിയേറ്റ് ചെയ്ത് പോകും. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ചിലതൊന്നും വായിക്കാൻ പറ്റത്തില്ല. ടൈം ഒരു സൈഡിൽ കൂടെ പോകുന്നു, ഒന്നും മനസ്സിലാവുന്നില്ല. കുറേ ക്വസ്റ്റ്യൻസ്, കുറേ രീതിയിൽ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യണമെന്ന് ഒന്നും ഒരു ഐഡിയയും കിട്ടുന്നില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് നേരം അറ്റൻഡ് ചെയ്തിട്ട് ഞാൻ അവിടെ അങ്ങ് കിടന്നു. എനിക്ക് ഭയങ്കര തലവേദന എടുത്ത് ആദ്യത്തെ അറ്റംപ്റ്റില്. അങ്ങനെ ഞാൻ ഓക്കെ, എനിക്ക് എക്സാം മനസ്സിലായി, ഇത് വെറുതെ പോയിട്ട് കാര്യമില്ല. അങ്ങനെ ഞാൻ ആ എക്സാം കഴിഞ്ഞു. എന്നിട്ട് ഞാൻ സെറ്റിനെ പറ്റി അറിഞ്ഞു. അതായത് എൻ്റെ വേറൊരു ഫ്രണ്ട് ഇതുപോലെ ജയിച്ച സ്റ്റാറ്റസിൽ കാണുന്നു ഐ+ന്റെയും. അതുപോലെ തന്നെ എൻ്റെ കൂടെ വേറെ പഠിച്ച ഒരു കൂട്ടുകാരിയുടെ കൂട്ടുകാരി അവിടെ പഠിച്ചായിട്ട് കാണുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി, PG ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം. വെറുതെ നമ്മൾ PG ചെയ്തിട്ട് കാര്യമില്ല. എന്തായാലും 2 വർഷം ഇൻവെസ്റ്റ് ചെയ്താണ്. എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ഒന്നുകിൽ സെറ്റ് അല്ലെങ്കിൽ നെറ്റ് ഏതെങ്കിലും ഒന്ന് ക്ലിയർ ചെയ്യണം. അങ്ങനെ ഒരു ആഗ്രഹം തോന്നി. അങ്ങനെ ഞാൻ പുള്ളിക്കാരി എടുത്ത് ചോദിച്ചു. അങ്ങനെ ഞാൻ സെറ്റിനെ പറ്റി
പഠിക്കാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് സെറ്റ് റിസോഴ്സ് വേണം. അങ്ങനെ ഞാൻ നോക്കിയപ്പോഴാണ് ഐ പ്ലസിൻ്റെ വീഡിയോസ്. കാരണം എനിക്ക് ഓൾറെഡി എൻ്റെ ഫ്രണ്ട് അവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ടും എനിക്കറിയാം. അങ്ങനെ ഞാൻ ഫ്രീ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. ജനറൽ പേപ്പറിൻ്റെ ക്ലാസ്സുകൾ കണ്ടു, നോട്ട് എഴുതി. പിന്നെ പേപ്പർ 2 ഞാൻ കൂടുതലും ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു വർക്കൗട്ട് ചെയ്തത്. കാരണം നമുക്ക് പേപ്പർ ബേസ്ഡ് എക്സാം ആയതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസ് കിട്ടുമായിരുന്നു. അങ്ങനെ ഞാൻ പേപ്പർ 1 എനിക്ക് ഒരു ഐഡിയ ഇല്ലാത്തൊരു സബ്ജക്റ്റാണ്. കുറേ കാര്യങ്ങളുണ്ട്, ടീച്ചിങ് ഉണ്ട്, റിസർച്ച് ഉണ്ട്, ഒന്നും മനസ്സിലാവുന്നില്ല. ഫിലോസഫി, സൈക്കോളജി, കറണ്ട് അഫയേഴ്സ് കുറേ ഉണ്ട്. പിന്നെ കേരള ഹിസ്റ്ററി ഉണ്ട്. കേരള ഹിസ്റ്ററി പിന്നെ എന്തെങ്കിലും PSC ഇടയ്ക്കൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ഇതുപോലെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിനെയും അതുപോലെ തന്നെ നമുക്ക് റിസർച്ചിന്റെ വീഡിയോസ് ഒക്കെ കണ്ടു. അങ്ങനെ നോട്ട് മേക്ക് ചെയ്ത് കുറച്ചൊക്കെ ഉപകാരപ്പെടുത്തി. അങ്ങനെ ഞാൻ പോയി സെറ്റ് എക്സാം എഴുതി. പക്ഷെ എക്സാം അതുപോലെ തന്നെ 2 ഷിഫ്റ്റ് ആയിരുന്നല്ലോ, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. ഉച്ചയ്ക്കത്തെ ഷിഫ്റ്റ് ആയപ്പോഴത്തേക്ക് എനിക്ക് ടയേർഡായി. കാരണം എനിക്ക് അന്നും പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് എക്സാം നല്ലപോലെ എഴുതാൻ പറ്റിയില്ല. എങ്കിലും പേപ്പർ 2 ഞാൻ എംകോമിന് പഠിച്ചതിൻ്റെ കുറച്ചൊക്കെ വെച്ചിട്ട് എഴുതാൻ പറ്റി. പിന്നീട് വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം എനിക്കൊരു ജോലിയിൽ കയറേണ്ടി വന്നു. ഞാൻ അടൂരാനുള്ളൊരു CA ഫാമിൽ അക്കൗണ്ടൻ്റായിട്ട് ജോലിക്ക് കയറി 1 മാസം കഴിഞ്ഞപ്പോൾ ഇതുപോലെ റിസൾട്ട് വന്നു. ഞാൻ വിചാരിച്ചു എനിക്ക് കിട്ടത്തൊന്നുമില്ല. ഞാൻ എന്നിട്ടും റിസൾട്ട് വന്നിട്ട് കുറേ നേരം സമയം കഴിഞ്ഞിട്ടാണ് ഞാൻ റിസൾട്ട് നോക്കിയത്. എല്ലാവരുടെയും സ്റ്റാറ്റസും കാര്യങ്ങളും എല്ലാം കണ്ടു കഴിഞ്ഞിട്ടാണ് ഞാൻ നോക്കിയത്. അങ്ങനെ നോക്കിയപ്പോൾ ഇതുപോലെ പാസ്ഡ്, കൺഗ്രാജുലേഷൻ എന്നൊരു മെസ്സേജ്. സർപ്രൈസ്. കാരണം ഞാൻ എഫേർട്ട് ഇട്ടിട്ടില്ലെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ആകെപ്പാടെ ഞാൻ പേപ്പർ 1 ഓക്കെ സാറിന്റെ ക്ലാസ്സുകളൊക്കെ കണ്ടു. വലിയ രീതിയിൽ പ്രിപ്പറേഷൻ ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഓർമ്മകളും അത്രേ ഉള്ളായിരുന്നു. അങ്ങനെ എനിക്കൊരു ഡിസിഷൻ എടുക്കണമെന്ന് തോന്നി. കാരണം ഇത് അടുത്തത് നെറ്റ് ഒന്ന് നോക്കാം. പക്ഷെ എനിക്ക് ഭയങ്കര അതിലോട്ട് എത്തിപ്പെടുന്നത് വളരെ എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. കാരണം വീട്ടിൽ അത്യാവശ്യമായിട്ടും ജോലിക്ക് പോയേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ഏണിങ്സ് വേണ്ട ഒരു സമയമായിരുന്നു. പിന്നീട് ഇതുപോലെ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പുള്ളിക്കാരനാണ് കുറച്ച് ഹെൽപ്പ് ചെയ്ത് എന്നോട് പറഞ്ഞു, നീ കൊണ്ട് കൊടുക്ക്. സെറ്റിനും പുള്ളിക്കാരൻ പറഞ്ഞിട്ടാണ് ഞാൻ പോയി ചെയ്തത്. ഞാൻ കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞിരുന്നതായിരുന്നു. അങ്ങനെ ഇതുപോലെ സെറ്റ് കഴിഞ്ഞു. നീ അത് ഇതുപോലെ എക്സാം എളുപ്പമായിരുന്നില്ലല്ലോ, പാടാന്ന് പറഞ്ഞിട്ടല്ലേ നിനക്ക് കിട്ടി, നീ നെറ്റിലൂടെ നോക്ക്, എന്തായാലും കോച്ചിങ് എടുക്ക്, നിന്റെ ഫ്രണ്ട് അവിടെ വർക്ക് ചെയ്യുന്നില്ലയോ, നമുക്ക് അറിയാവുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലേ. അങ്ങനെയാണ് ഞാൻ ഐ+ലോട്ട് വന്നത്. എനിക്ക് ഓർമ്മയുണ്ട് ആ ഒരു സമയം. ശില്പ ടീച്ചറും എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, സഹോദരനും അതുപോലെ നമ്മുടെ അടുത്തൊരു കണക്ഷൻ ഉണ്ട്. അങ്ങനെ വളരെ അഫോർഡബിൾ ആയിട്ട് തന്നെയാണല്ലേ അന്ന് പഠിക്കാൻ തീരുമാനിച്ചത്. എന്നാൽ എനിക്ക് ഇത്രയും ഒരു പരാധീനത, ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു സ്ട്രഗ്ലിംഗ് ടൈം ആണെന്നുള്ളത് അറിയേയില്ലായിരുന്നു. എങ്കിൽ പോലും നമ്മൾ ഐ+ എപ്പോഴും പറയുന്നതാ, കുട്ടികൾക്ക് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്കും അവസരം മിസ്സാവാതിരിക്കാൻ പരമാവധി ശ്രമിക്കാറുണ്ട്. അഭിരാമി ഇവിടെ വന്നിരിക്കുമ്പോഴും ആ ഒരു പരിഗണന കൊടുത്തതുകൊണ്ട് ഒരു മിടുക്കിയായ വിദ്യാർത്ഥിനി കൂടി ക്വാളിഫൈ ചെയ്തല്ലോ എന്ന് ഓർക്കുമ്പം ഒരുപാട് അഭിമാനവും സന്തോഷവും ഉണ്ട്. ശില്പ ടീച്ചർ ആണെങ്കിലും നമ്മുടെ ഇവിടെ നെറ്റ് ചെയ്തു, പിന്നീട് ഒരു ജോലി തേടി നടന്നപ്പോൾ നമ്മുടെ ഇവിടേക്ക് അധ്യാപികയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. അതിനുശേഷം JRFും ഐ+നോടൊപ്പം നേടിയെടുക്കാൻ പറ്റി. അപ്പോൾ അഭിരാമിയും ആ ഒരു വിജയപാതയിലാണെന്ന് ഞാൻ കരുതുന്നു. നിങ്ങളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സെറ്റ് എഴുതി നോക്കി അത് വിജയിച്ചു എന്ന് പറഞ്ഞപ്പോൾ കണ്ണിലെ ഒരു തിളക്കം നിങ്ങളിൽ എത്ര പേര് കണ്ടു എന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു വിജയം നേടിക്കഴിഞ്ഞാൽ അടുത്തടുത്ത വിജയങ്ങൾക്കുള്ള സാധ്യത വളരെ കൂടും. വല്ലാത്തൊരു എനർജി കിട്ടുമല്ലേ? ഭയങ്കരമായിട്ടൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും. നമ്മൾ ഇതിലല്ല ഒതുങ്ങേണ്ടത്, കുറച്ചുകൂടെ നമ്മൾ ചെയ്യണം എന്നുള്ള ആഗ്രഹം. തീർച്ചയായിട്ടും JRFിലേക്ക് പോകാനപ്പോൾ റെഡിയാണല്ലോ അല്ലേ? അടുത്തൊരു ഇന്റർവ്യൂ ഇതുപോലെ നമുക്കൊരു സീറ്റിലിരിക്കാൻ പറ്റും എന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഈ ഒരു പഠിക്കുന്ന ജേർണിയിൽ കുറെ ചലഞ്ചുകൾ, സാമ്പത്തികമായിട്ടായാലും മറ്റു ചലഞ്ചുകളൊക്കെ വന്നിട്ടുണ്ടാവും, ഷെയർ ചെയ്യാൻ പറ്റുന്നിടത്തോളം. എന്നാൽ ഇതുപോലെ ഫേസ് ചെയ്യുന്ന ഒരുപാട് പേര് ഈ വീഡിയോകൾ കാണുന്നുണ്ട്. അഭിരാമി ഉറപ്പായിട്ടും നമ്മുടെ മറ്റ് ഇന്റർവ്യൂകൾ കണ്ടിട്ടുണ്ടാവും ഞാൻ കരുതുന്നു, ഇൻസ്പിറേഷൻ എടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനത്തെ 1-2 അഭിരാമി ഫേസ് ചെയ്ത ചലഞ്ചസും അതെങ്ങനെ അതിജീവിച്ചു എന്നുള്ളത്, അതിനാണ് കൂടുതൽ പ്രാധാന്യം. പ്രശ്നങ്ങൾ മാത്രം നമ്മൾ പറയുന്നത് കൊണ്ട് കാര്യമില്ല, പ്രശ്നങ്ങളെയൊക്കെ മറികടന്ന ആളാന്ന് എനിക്കറിയാം. അപ്പോൾ അത് നമ്മുടെ കുട്ടികളുടെ അടുത്ത് ഷെയർ ചെയ്യാനെന്നുള്ള രീതിയിലൊന്ന് പറയാം. ഒന്നാമത്തെ കാര്യം, ഞാൻ ജോലി റിസൈൻ ചെയ്തിട്ടാണ് ഞാൻ ഐ+ലോട്ട് വന്നത്. നെറ്റ് എന്ന TV-യിൽ മോട്ടിവേറ്റ് ആയി വന്നു. പക്ഷെ എനിക്കൊന്നും അറിയത്തില്ല. ഞാനൊരു വലിയൊരു കടലിൻ്റെ തീരത്ത് നിൽക്കുന്ന ഒരവസ്ഥയായിരുന്നു. ഒരു ഐഡിയ ഇല്ല. സിലബസ് നോക്കിയിട്ട് ഒരു വലിയൊരു കടലായിട്ട് കിടക്കുക, ഒന്നും മനസ്സിലാവുന്നില്ല. കുറച്ചൊക്കെ അറിയാം, BComന് പഠിച്ചിട്ടുള്ളതും MComന് പഠിച്ചിട്ടുള്ളതും കുറേ കാര്യങ്ങൾ. പക്ഷേ ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ BCom ടാക്സ് ആയിരുന്നു.
ഫിനാൻസ് സബ്ജക്റ്റ് ആയിരുന്നു കൂടുതലും വരുന്നത്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ക്യാപിറ്റൽ റിലേറ്റഡ്, കമ്പനി ലോസ്, ഇതൊന്നും ഞങ്ങൾ പഠിച്ചിട്ടില്ല. ഞങ്ങൾ കൂടുതലും ടാക്സ് അഡ്മിനിസ്ട്രേഷൻ, അതുപോലെ തന്നെ ആ രീതിയിലുള്ള കാര്യം, ഡയറക്റ്റ് ടാക്സ്, ഇൻഡയറക്റ്റ് ടാക്സും ഒക്കെ ആയിരുന്നു പഠിച്ചത്. അതെനിക്ക് ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാൻ ഇതുപോലെ കോച്ചിങ്ങിന് ജോയിൻ ചെയ്തു. എനിക്ക് ആദ്യം ഞാൻ പഠിച്ചെടുത്തും തുടങ്ങണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ എൻ്റെ ബികോം ലെവലിലുള്ള ടെക്സ്റ്റുകൾ കളക്ട് ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്ന്, ഫിനാൻസ് പഠിച്ചിട്ടുള്ള ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്ന് ടെക്സ്റ്റ് കളക്ട് ചെയ്ത് ഞാൻ അത് നോക്കി. എന്നിട്ട് ഞാൻ പോയി വീഡിയോ ക്ലാസ് കണ്ടു. വീഡിയോ ക്ലാസ് കണ്ടപ്പോൾ എനിക്ക് കുറച്ച് നേരം സ്ക്രീൻ ടൈമിൽ ഇരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞാൻ എന്തെന്ന് വെച്ചാൽ അതിലെ നോട്ട്സ് വായിച്ചിട്ട് ഓക്കെ ഇതൊക്കെയാണ് കാര്യങ്ങൾ. എന്നിട്ട് ഞാൻ പോയിട്ട് വീഡിയോ ക്ലാസ് കണ്ടു. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ മനസ്സിലായി. ഇത് 3 കാര്യം ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് നോട്ട് മേക്ക് ചെയ്തു. ഒപ്പം ഞാൻ ഇതിനകത്തുള്ള ഇമ്പോർട്ടൻസ് കാര്യങ്ങളും അണ്ടർലൈൻ ചെയ്ത് എനിക്കത് പിന്നീട് ഒരു നോട്ട് മേക്കിങ്ങിന് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചു. പിന്നീട് പല രീതിയിൽ, അതായത് ഞാനിപ്പോൾ ജോലി റിസൈൻ ചെയ്തതെന്ന രീതിയിൽ പല രീതിയിൽ ആൾക്കാർ പറഞ്ഞു, എന്തിനാ ഇപ്പോൾ ജോലി കളഞ്ഞ, വീട്ടിൽ ഒരു വരുമാനമുള്ള അത്യാവശ്യമല്ലായിരുന്നോ, എന്തിനാ കളഞ്ഞ. പക്ഷെ എൻ്റെ അമ്മയാണ് എന്നെ സപ്പോർട്ട് ചെയ്തത്. അവൾ ഇതുപോലെ ആഗ്രഹിച്ചതാണ്. അവൾക്ക് ഇതുപോലെ ഞാനൊന്നും ചെയ്തില്ല സെറ്റിൻ്റെ എക്സാമിന്, എന്നിട്ട് അവൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നൊരാഗ്രഹം തോന്നി. അവൾ എന്നോട് പറഞ്ഞു. അതുകൊണ്ട് അവൾക്ക് നെറ്റ് പഠിക്കാൻ ഒരു അവസരം ഞാൻ ഒന്ന് കൊടുത്തു നോക്കുന്ന രീതിയിലാണ് അമ്മ എന്നെ ഞാൻ ജോലി റിസൈൻ ചെയ്തെന്ന് പറഞ്ഞ ആൾക്കാർക്ക് മറുപടി കൊടുത്തത്. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു കാര്യം പഠിക്കാനിരിക്കുമെന്ന് വെച്ചാൽ വീട്ടുകാർ, ഇപ്പം ഫാമിലി ആയാലും നമ്മുടെ റിലേറ്റീവ് ആയാലും ഓക്കെ നമ്മുടെ അയൽക്കാരായാലും അവർക്കറിയോ ഒരാൾ പഠിക്കാനിരിക്കുന്നു എന്ന് മാത്രമേ അറിയത്തുള്ളൂ. അത് എത്രത്തോളം ടൈം എടുക്കുന്നു, അല്ലെങ്കിൽ അതെന്താണ്, അത് ഏത് തലത്തിലുള്ളതാണ്, അത് സംസ്ഥാന തലമാണോ, അത് ദേശീയ തലമാണോ, അത് എത്ര സ്റ്റുഡൻസ് രജിസ്റ്റർ ചെയ്യുന്നു, അതൊന്നും അവർക്കറിയത്തില്ല. ജസ്റ്റ് അവർക്ക് അറിയാവുന്നതെന്തോ ഓക്കെ അവിടെ ഒരു എക്സാമിന് പഠിക്കുന്നു, അത് മാത്രമേ അറിയത്തുള്ളൂ. ഇപ്പം ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ അവൾ പഠിക്കുവാണ്, അപ്പോൾ അവർ ആയിരിക്കുമോ അവർക്ക് വീട്ടിലെ ജോലിയൊന്നും ചെയ്യേണ്ട, ഉള്ള ജോലിയും കളഞ്ഞിട്ട് വന്നിട്ടാണ് ഇത് പഠിക്കുന്നത് എന്നൊരു രീതിയിൽ നമുക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ഒഴിവാക്കേണ്ടി വരുമ്പോൾ ഒരുപാട് കോണ്ടാക്റ്റുകൾ, പ്രത്യേകിച്ച് ഞാൻ സോഷ്യൽ മീഡിയ തന്നെ അങ്ങ് ഒഴിവാക്കി. കാരണം നല്ല രീതിയിൽ നമ്മൾ ടൈം വേസ്റ്റ് ആക്കുന്ന പോകുന്നുണ്ട്. കാരണം ആദ്യം നോക്കുന്ന ഒരു കുറച്ച് സമയം മതി നമ്മൾ പഠിച്ചൊരു കാര്യം റിവൈൻഡ് ചെയ്യുക എന്നുള്ളത്. അങ്ങനെ ഞാനൊരു എക്സാം ടൈം ഫുൾ, അതായത് എനിക്ക് ഒന്നാമത് ടൈമില്ലായിരുന്നു. ഏപ്രിൽ തൊട്ട് ജൂൺ വരെ ആയിരുന്നു എൻ്റെ ടൈം. ഒരു വളരെ കുറഞ്ഞ 3 months. പിന്നെ എക്സാം അത് നീട്ടി കിട്ടിയോണ്ട് 27 വരെ. അത്രേ ഉള്ളായിരുന്നു എൻ്റെ ജേർണി എന്ന് വെച്ചാൽ. പിന്നെ ഞാൻ ഇതുപോലെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തു. ചിലപ്പോൾ നമുക്കങ്ങ് ഡൗൺ ആയി പോകും, നമുക്കൊന്നും പറ്റത്തില്ല. നമുക്ക് അയ്യോ ഇത് പറ്റുന്നില്ലല്ലോ, എനിക്ക് പറ്റുന്നില്ല. കാരണം കുറേ ആൾക്കാർ 1, 2, 3, 4 തവണ എഴുതിയിട്ടാണ് എക്സാം കിട്ടുന്നത്. ഞാനാണെങ്കിൽ ഒരു തവണ പോയി ചുമ്മാ പോയിട്ട് വന്നതാ. ഇതെങ്ങനെയാണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. പിന്നീട് ഞാൻ എന്ന് വെച്ചാൽ സാറിൻ്റെ വോയിസ് ക്ലിപ്സ് ഡെയിലി വരുന്ന അതിരുന്ന് കേൾക്കും. അത് കേൾക്കുമ്പോൾ ഓക്കെ ഇന്നത്തെ ദിവസത്തേക്ക് ഒരു ബൂസ്റ്റർ ചായ കുടിച്ചൊരു എഫക്റ്റ്, ആ രീതിയിൽ ക്ലാസ് കേൾക്കും. എന്നിട്ട് ഞാൻ പോയിട്ട് കുറച്ചെങ്കിലും അറിയാവുന്നത് വെച്ചിട്ട് ഞാൻ പോയിട്ടൊരു എക്സാം അറ്റൻഡ് ചെയ്യും. ഡെയിലി ഉള്ള എക്സാം, ഡെയിലി ടെസ്റ്റ് അറ്റൻഡ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് പ്രീവിയസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, 3 മണിക്കൂറിൻ്റെ എക്സാം, അത് അറ്റൻഡ് ചെയ്യും. അങ്ങനെ അതിനകത്തേക്ക് നമ്മളുടെ ഗ്രേഡിങ്, അതായത് നമ്മൾ എത്രാമത്തെ റാങ്കാണ്, മറ്റ് സ്റ്റുഡൻസിനെ അപേക്ഷിച്ച് നമ്മൾ എത്രാമത് കിടക്കുന്നു, അതൊരു അസസ്മെന്റ് നമ്മൾ എടുത്തു. എന്നിട്ട് എനിക്ക് മനസ്സിലായി എനിക്ക് കുറച്ചുകൂടെ ഇത് ഇമ്പ്രൂവ് ആവാനുണ്ട്, പ്രത്യേകിച്ച് ടോപ്പിക് എല്ലാം ഒന്ന് കവർ ചെയ്യാനുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ പിന്നെ സിലബസ് വീണ്ടും എടുത്തു. സിലബസ് എടുത്തിട്ട് എനിക്ക് അറിയാവുന്നതൊക്കെ ഞാൻ ഒന്ന് കാറ്റഗറൈസ് ചെയ്തു. ഏതാണ് ഈസി, ഏതാണ് കുറച്ചുകൂടി ഹാർഡ്, ഏതാണ് കുറച്ചുകൂടി മോഡറേറ്റ് എന്ന രീതിയിൽ ഞാൻ ഒന്ന് ക്ലാസിഫൈ ചെയ്തു. എന്നിട്ട് ഞാൻ വീണ്ടും പോയിട്ട് എനിക്ക് അറിയാവുന്നത് കുറച്ച് ഞാൻ വായിച്ച് വിട്ടതേ ഉള്ളൂ. എന്നിട്ട് ഞാൻ പോയി കുറച്ച് പ്രോബ്ലം വരുന്ന ടോപ്പിക്കുകളും അതായത് ലോസും കാര്യങ്ങളും എല്ലാം ഇരുന്ന് ഞാൻ കൂടുതൽ പഠിക്കാൻ തുടങ്ങി. അതിനൊപ്പം തന്നെ പേപ്പർ 1 നമുക്കറിയത്തില്ല, കുറേ സബ്ജക്റ്റുകൾ നമുക്കറിയത്തില്ല, പ്രത്യേകിച്ച് പീപ്പിൾ ആൻഡ് ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ ഹയർ എഡ്യൂക്കേഷൻ. ഇത് നമ്മൾ പുതുതായിട്ട് കേൾക്കുന്നത്, പ്രത്യേകിച്ച് ഈ സാൻസ്ക്രിറ്റ് വേർഡ്സുകളും പിന്നെ ഫാലസി, ഇന്ത്യൻ ലോജിക്ക്, ഇതൊന്നും നമ്മൾ കേട്ടിട്ടേ ഇല്ല. പക്ഷെ ഇതെല്ലാം നമ്മുടെ റിയൽ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ കാര്യം നമ്മൾ പഠിക്കുന്ന ആ ഒരു ഹയർ എഡ്യൂക്കേഷൻ, അതെ, ICT ടൂൾസ് നമ്മൾ യൂസ് ചെയ്യുന്ന ഓൺലൈനായിട്ട് പഠിക്കുന്ന കാര്യം തന്നെ അസസ്മെന്റ് ചെയ്യുന്നതും ഇതെല്ലാം നമ്മൾ ഡെയിലി ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിനൊരു ഒരു ടേംസ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത് ഇതിന് നോക്കുമ്പോഴാണ് ഓക്കെ ഇതാണല്ലേ. അങ്ങനെ നമ്മൾ റിയൽ ലൈഫിലെ സിറ്റുവേഷനും എല്ലാം കൂടെ നമ്മൾ കമ്പയർ ചെയ്ത് വേണം പഠിക്കാൻ. പിന്നീട് എനിക്ക് തോന്നിയ കാര്യം എന്ന് വെച്ചാൽ പല രീതിയിൽ നമ്മളെ ആൾക്കാർ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ കാണും. അതായത് നമ്മളെ ഡൗൺ ആക്കാൻ നോക്കും. പക്ഷെ നമ്മൾ അതിലോട്ടൊന്നും ശ്രദ്ധ കൊടുക്കരുത്. നമ്മൾ പഠിക്കാനുള്ളത് മാത്രം നോക്കുക, പഠിച്ച കാര്യം തന്നെ വീണ്ടും നോക്കുക, റിവൈസ് ചെയ്യുക,
അതുപോലെ തന്നെ ഇനി ബാക്കി ആൾക്കാരെ അപേക്ഷിച്ച് നമ്മൾ എത്രത്തോളം എത്താനുണ്ട് അത്രയും കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. ബാക്കി ആൾക്കാർ അവർക്ക് പറയാനുള്ളത് അവർ തന്നെ നിൽക്കും. കാരണം ഇത് നഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് മാത്രമേ നഷ്ടം വരത്തുള്ളൂ. പക്ഷെ അതിന് ആ നഷ്ടത്തെ ചോദ്യം ചെയ്യാൻ കുറേ ആൾക്കാർ കാണും. പക്ഷെ നമ്മൾ വൺസ് ഒന്ന് ജയിച്ചു കഴിഞ്ഞാൽ അത് സന്തോഷിക്കാനും കൈയടിക്കാനും ചെലവ് ചോദിക്കാനും കുറേ ആൾക്കാർ കാണും. അഭിരാമി പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഓർക്കായിരുന്നു. നമ്മുടെ ഈ കോഴ്സ് എങ്ങനെ ഉപയോഗപ്പെടുത്തി എന്നുള്ളതും റിവിഷന്റെ റെലവൻസിനെ പറ്റി പറഞ്ഞതും മൈൻഡ് സെറ്റും മറ്റുള്ളവരുടെ ചിന്തകളോ അല്ലെങ്കിൽ അവരുടെ എക്സ്പെക്ടേഷനോ കുത്തുവാക്കുകളോ എന്തോ ആവട്ടെ, റിയൽ ലൈഫ് ഒരിക്കലും ഒരു ഷുഗർ കോട്ടഡ് ആയിട്ട് എല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സിനാരിയോ അല്ല. പ്രത്യേകിച്ച് എനിക്ക് നാച്ചുറൽ ആയിട്ടുള്ള രീതിയിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ആ സമയത്ത് മഴ നല്ല രീതിയിലുണ്ട്, കറണ്ട് കട്ടിങ് കൂടുതലായിരുന്നു. അങ്ങനെ ഞാൻ കൂടുതലും പകലിരുന്ന് പഠിക്കാതെ രാത്രി പഠിക്കുന്ന ഒരാളാണ്. അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരുപാട് സ്ട്രഗിളുകൾ ഫേസ് ചെയ്തിട്ടുണ്ട്. ആ പറയുന്നതിൽ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിഫിക്കൽട്ടായിട്ടുള്ള ഏരിയകളുണ്ടല്ലോ, നമ്മളിപ്പോൾ കുറേ സ്ട്രഗിളുകളെ പറ്റി പറഞ്ഞു, പ്രശ്നങ്ങളെ പറ്റി പറഞ്ഞു, അതിനെ എങ്ങനെ അതിജീവിച്ചു എന്ന് പറഞ്ഞു. എങ്ങനെയാണ് ഡിഫിക്കൽട്ട് ഏരിയകൾ പഠിക്കാനായിട്ട് ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ചത്? സാർ, ഞാൻ ആദ്യം ചെയ്തതെന്ന് വെച്ചാൽ സിലബസ് നോക്കുക. എത്ര ഒരു സിലബസിൽ തന്നെ ഞാൻ വീണ്ടും റാങ്ക് ചെയ്യാൻ തുടങ്ങി. 1, 2, 3, 4 എന്ന് പറഞ്ഞ് അത് റാങ്ക് ചെയ്തു. അതെനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ സിലബസ് മാത്രം നോക്കി. ശരിക്കും നമ്മളൊരു നെറ്റിൻ്റെ എക്സാം സ്റ്റഡി ചെയ്യുന്നത് സിലബസ് കവർ ചെയ്ത് അതിൻ്റെ എല്ലാ കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നീടാണ് നെറ്റിന് എക്സാം തുടങ്ങുന്നത്. ഇതിൽ നമ്മൾ പഠിക്കാത്ത പല കാര്യങ്ങളും, പ്രത്യേകിച്ച് നമ്മൾ കേരള യൂണിവേഴ്സിറ്റി പഠിക്കുകയാണെങ്കിൽ അതിലെ ടോപ്പിക്കുകൾ വളരെ ചെറുതാണ്. മറ്റ് യൂണിവേഴ്സിറ്റിയെ അപേക്ഷിച്ച് കുറേ കാര്യങ്ങൾ വീണ്ടും പഠിക്കാനുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ എന്തൊക്കെയാണ്, എവിടെയൊക്കെയാണ് എൻ്റെ പോരായ്മകൾ, അങ്ങനെ കുറേ രീതിയിൽ ശരിക്കൊരു സോട്ട് അനാലിസിസ് നടത്തിയെന്നാണെങ്കിൽ പറയാം. സ്ട്രെങ്തും വീക്ക്നെസ്സും മനസ്സിലാക്കിയിട്ട് ഉള്ള ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്തിട്ട് എന്താണ് വരാൻ പോകുന്ന ത്രെട്ട് അത് മനസ്സിലാക്കി അങ്ങനെയായിരുന്നു ശരിക്കും പഠിച്ചത്. പിന്നീട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്യണം. അതായത് എനിക്ക് വളരെ സമയം കുറവാണ്, എനിക്ക് JRF എത്തുമെന്ന് പോയിട്ട് എനിക്ക് നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ പോലും എനിക്ക് ടൈം കിട്ടുമെന്ന് എനിക്ക് തോന്നിയില്ല. അങ്ങനെ ഞാനൊരു 180 ഒരു മാർക്ക് സെറ്റ് ചെയ്തു. ഡെയിലി ഞാൻ അങ്ങനെ എക്സാം അറ്റൻഡ് ചെയ്യുമ്പം ഞാൻ പേപ്പർ 1 50 കുറയരുത്. അത് ഡെയിലി എന്നെ വീക്കെൻഡിൽ എന്നെ ടെക്നിക്കൽ സപ്പോർട്ട് ചേച്ചി വിളിക്കുമായിരുന്നു, മഹേശ്വരി ചേച്ചി വിളിക്കും, അതിനെ ചോദിക്കും. അപ്പം ഞാൻ പറയും, ചേച്ചി ഇതുപോലെ പേപ്പർ 1 50 കുറയാതെ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, പേപ്പർ 2 അങ്ങോട്ട് കയറുന്നില്ല, 100 മേലോട്ട് കയറുന്നില്ല, ഞാനൊരു 80, 90 ആ രീതി നിൽക്കുവാണ്, എനിക്ക് കുറച്ചുകൂടി പേപ്പർ 2 കുറച്ചുകൂടി ഇത് വേണം. അപ്പോൾ ചേച്ചി പറഞ്ഞ് ഇതുപോലെ തന്നെ എല്ലാ ആഴ്ചയിലും ടോപ്പിക്ക് കവർ ചെയ്യുക, എക്സാംസ് അറ്റൻഡ് ചെയ്യുക, എന്നിട്ട് നമുക്ക് എന്താണ് നമ്മുടെ പോരായ്മയെന്ന് മനസ്സിലാക്കുക. അങ്ങനെ ചേച്ചിയുടെ കുറച്ച് നല്ല ഹെൽപ്പ് ഉണ്ടായിരുന്നു. പുള്ളിക്കാരിയുടെ കുറച്ച് അനുഭവങ്ങളും പുള്ളിക്കാരി എങ്ങനെ ആ രീതിയിൽ ഹെൽപ്പായെന്നും ഉള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു. അതെ അതെ, പ്രത്യേകിച്ച് പുള്ളിക്കാരി കോർപ്പറേഷൻ ആയിരുന്നു. കോർപ്പറേഷനകത്ത് ഞാൻ ടാക്സ് ആണെന്ന് പറഞ്ഞു, ഞങ്ങൾ പഠിക്കാത്ത കുറെ ഫിനാൻസുകളുണ്ട്. അപ്പൊ അതും എനിക്ക് ഹെൽപ്പായി, അതെങ്ങനെയൊക്കെ കവർ ചെയ്തു. പിന്നെ ചേച്ചി പറഞ്ഞ വേറൊരു കാര്യം വെച്ചാൽ നമുക്ക് എല്ലാം പഠിക്കാൻ പറ്റണമെന്നില്ല. നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകിച്ച് ഒരു 10 ടോപ്പിക്കിൽ 8 എണ്ണം നല്ലതായിട്ട് പഠിക്കുക, 2 എണ്ണം നമ്മൾ കുറച്ച് മനസ്സിലാക്കി പഠിക്കുക. കാരണം ആ ഒരു ടൈം ലിമിറ്റ് വളരെ കുറവാണ്. പിന്നീട് ഈ 8 എണ്ണം പഠിച്ചതിന് വീണ്ടും പഠിക്കുക, റിവൈസ് ചെയ്യുക, റീഡ് റിപ്പീറ്റ് റിവൈസ്, ആ ഒരു ഫോളോ അപ്പ് ചെയ്താൽ നമുക്ക് ആ കാര്യം മനസ്സിലാവും. വിഷ്വലൈസ് ചെയ്ത 180 മാർക്കിന് എന്ത് സംഭവിച്ചു? അതാണല്ലോ നമ്മുടെ പ്രധാന ടെസ്റ്റ്. അതെ അതെ അതെ, എന്നെ ആദ്യം റിസൾട്ട് പറയാൻ വിളിച്ചപ്പോഴേ സൂചിപ്പിച്ചൊരു കാര്യമാണല്ലോ സാർ. നമ്മൾ ഈ ചെയ്യുന്ന കഷ്ടപ്പാടൊക്കെ മേളിൽ നിൽക്കുന്ന ഒരാൾ കാണുന്നുണ്ട്. വെറുതെ നമ്മൾ ചെയ്യുന്നെന്ന് പുള്ളിക്കാരന് മനസ്സിലായി, അത് വെറുതെ വിടത്തില്ല. നമ്മൾ ഒരു ആഗ്രഹം ഉണ്ട്, നമ്മുടെ ആ ആഗ്രഹത്തിലോട്ട് എത്താൻ വേണ്ടി പുള്ളിക്കാരൻ്റെ ഒരു എഫേർട്ട് ഉണ്ട്. ഞാൻ ആ എക്സാം എനിക്കാണെങ്കിൽ ഒന്നാമത്തെ കാര്യം എനിക്ക് ആ ഒരു 180 പറ്റുന്നില്ലായിരുന്നു വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ. ഒക്കെ ഒരു 145 വരുന്നുണ്ട്, 155 വരുന്നു, 160, 180 എത്തുന്നേ ഇല്ല. അപ്പോഴൊക്കെ ഞാൻ ഇതുപോലെ ഫിയാൻസി എടുത്ത് പറയും, എനിക്ക് പറ്റുന്നില്ല, ഇതിലോട്ട് എത്തുന്നില്ല, എനിക്ക് നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം പറയും, നീ നോക്ക്, ഡെയിലി നിനക്ക് ഇമ്പ്രൂവ് ആവുന്നുണ്ട്, ചെറിയ രീതിയിൽ നിനക്കൊരു മാറ്റം സംഭവിക്കുന്നുണ്ട്, 140, 145 അങ്ങനെ രീതിയിലൊരു ചെറിയൊരു ഇമ്പ്രൂവ് നിനക്ക് വരുന്നുണ്ട്. അപ്പം നിന്നെക്കൊണ്ട് പറ്റും, നീ ഡൗൺ ആവരുത് എന്ന് പറഞ്ഞ് എന്നെ മോട്ടിവേറ്റ് ചെയ്യും. പിന്നീട് ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തപ്പോൾ പേപ്പർ 1 അത്യാവശ്യം കുഴപ്പമില്ല, അത്യാവശ്യം നല്ല എളുപ്പമായിരുന്നു. അതുകൊണ്ട് എനിക്ക് കുറച്ച് വേഗം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പം എൻ്റെ ആ ഒരു 50 എബോവ് എന്നൊരു
മാർജിൻ ഞാൻ കടന്നു. എനിക്ക് മനസ്സിലായി പേപ്പർ 1 ഞാൻ 50 above എത്തുമെന്ന്. പക്ഷെ പേപ്പർ 2 എത്തിയപ്പോഴത്തേക്കും കുറച്ചുകൂടി കൺഫ്യൂസിങ് ആയിരുന്നു. കാരണം മാച്ച് ദ ഫോളോയിങ് എല്ലാം പ്രോബ്ലം റിലേറ്റഡ് ആയിരുന്നു. അത് മാത്രമല്ല, ഞാനാണെങ്കിൽ ഒരു 8 എണ്ണമായിരുന്നു കൂടുതലും പഠിച്ചത്. 8 മൊഡ്യൂൾസ് ആയിരുന്നു പേപ്പർ 2 നല്ലോണം പഠിച്ചത്. ഞാൻ കുറച്ച് ഡൗൺ ആക്കി നിർത്തിയ ഏരിയസിനായിരുന്നു ആപ്ലിക്കേഷൻ ലെവല് ചോദിച്ചത്. പ്രത്യേകിച്ച് ലാസ്റ്റിലെ 20 മാർക്സിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. സാധാരണ അങ്ങനെ 20 മാർക്സ് ചോദിക്കത്തില്ല, ഒരു 10 മാർക്സ് ആയിരിക്കും പാരഗ്രാഫ് വന്നിട്ട് ചോദിക്കുന്നത്. അതിൽ തന്നെ പാരഗ്രാഫിൽ നിന്നായിരിക്കും എഴുതാൻ. പക്ഷെ ഇപ്രാവശ്യം വന്നത് വേറെ രീതി, നമ്മളൊരു ആപ്ലിക്കേഷൻ ലെവലിൽ ചിന്തിച്ച് ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ ആൻസർ കേസ് സ്റ്റഡി മോഡലുകൾ. അതെ അതെ അങ്ങനായിരുന്നു. റീസെന്റ് ഇയേഴ്സിൽ കേസ് സ്റ്റഡി അങ്ങനെ തന്നെയാണ് വരുന്നത്. 5 ചോദ്യങ്ങൾ, 2 സെക്ഷൻ. നമ്മുടെ നോളജ് കൂടി അപ്ലൈ ചെയ്താൽ മാത്രമാണ്. പലരും അതിനെ തെറ്റായിട്ട് റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്ന് പറഞ്ഞ് കാണാറുണ്ട്. പേപ്പർ 2 ഇപ്പൊ എല്ലാ സബ്ജക്റ്റുകളിലും 2 പാസേജുകൾ തന്നിട്ട് 5-10 ചോദ്യങ്ങൾ ഉണ്ടാവും. അതിനെ കേസ് സ്റ്റഡി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇൻഡെപ്ത് നിങ്ങൾക്ക് ആ ഏരിയയിൽ അറിവുണ്ടാവുകയും പാസേജിൽ ഇൻഫർമേഷൻ കൂടി നമ്മൾ എടുക്കുകയും ചെയ്താൽ അത് കിട്ടുന്നത്. ആ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കണം. അത് ഏത് ഏരിയയിൽ നിന്നാണ് ചോദിച്ചതെന്ന് മനസ്സിലാക്കണം. അവിടെ ഏത് ടൂളാണ് യൂസ് ചെയ്യേണ്ടത് നേരം മനസ്സിലാക്കണം. അപ്പം എനിക്ക് മനസ്സിലായി ഞാൻ വിട്ട ടോപ്പിക്കിൽ നിന്നാണ് ഇത് വന്നത്. പിന്നീട് ഞാൻ എന്താണെന്ന് വെച്ചാൽ എനിക്ക് അറിയാവുന്നത് എല്ലാം അറ്റൻഡ് ചെയ്യുക, അറിയാത്തത് ഓക്കെ കറക്കി കുത്തി ചെയ്യുക. എഡ്യൂക്കേറ്റഡ് ഗസ് എന്നുള്ള രീതിയിൽ നമുക്ക് ഒഴിവാക്കാവുന്ന ചുരുക്കം ഓപ്ഷൻസ് ഉണ്ടാവും. നെഗറ്റീവ് മാർക്ക് ഇല്ല, അതാണ് ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ്. നമ്മൾ മാക്സിമം എല്ലാ ക്വസ്റ്റിനും അറ്റൻഡ് ചെയ്യണം. പിന്നെ എനിക്കാണെങ്കിലും ഞാൻ പേപ്പർ 1 എനിക്ക് ഒന്നുകൂടി ഡൗട്ട്, ഞാൻ ചെയ്ത എന്തെങ്കിലും മിസ്റ്റേക്കിൽ എന്തെങ്കിലും വന്നോ, കാരണം കുറച്ചുകൂടെ ടൈം ഉണ്ട്. ഞാൻ പിന്നെ വന്നിട്ട് പേപ്പർ 1 ചെയ്തു. അങ്ങനെ എൻ്റെ മൗസ് ആണെങ്കിൽ ഒന്നാമത് ഭയങ്കര സ്ലോ ആയിരുന്നു. അതായത് എനിക്ക് ക്ലിക്ക് ചെയ്യാനാണെങ്കിൽ ആൻസർ നമ്മൾ മാറ്റി മാറ്റി ക്ലിക്ക് ചെയ്യുമ്പോഴായാലും സ്ക്രീൻ വരുന്നില്ല, പിന്നെ മറിച്ചിടണം. അങ്ങനെ കുറച്ച് ടൈം അങ്ങനെ പോയായിരുന്നു. പിന്നെ ഇതുപോലെ റെസ്പോൺസ് ഷീറ്റ് വന്നു, നമ്മൾ എക്സാം കഴിഞ്ഞു. റെസ്പോൺസ് ഷീറ്റ് വന്നപ്പോൾ ഞാൻ ഇങ്ങനെ മാർക്ക് കൂട്ടിയപ്പം 178. ഞാൻ ഞാൻ 180 സെറ്റ് ചെയ്തു, അതിന്റെ അടുത്തുവരെ എത്തി. ഒറ്റ ചോദ്യത്തിന് മിസ്സായി. എന്തോന്ന് എനിക്കൊരു ഐഡിയ കിട്ടില്ല. ഞാൻ അത്രയും ആഗ്രഹിച്ചത് അവിടം വരെ എത്തി. റിസൾട്ട് വന്നപ്പോൾ അതിനെക്കാട്ടി ട്വിസ്റ്റ്, ഞാൻ അസസ് ചെയ്തതിനകത്ത് എവിടെയോ ഒരു മിസ്റ്റേക്ക്. ആ ഒരു മാർക്ക് അത് ദൈവം തന്നെ എനിക്ക്. ചലഞ്ച് ചെയ്ത ക്വസ്റ്റ്യൻ ചേഞ്ച് ആയതാവാം, എന്താന്ന് എനിക്കറിയില്ല. പക്ഷെ സ്വപ്നം കണ്ട 180 തന്നെ. ഞാനാണെങ്കിൽ വിളക്കിന്റെ മുറിയിൽ കൃഷ്ണന്റെ വിഗ്രഹമുണ്ട്, ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാനത് ഫോട്ടോസ് തന്നെ കാണിക്കാം. 180 എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ JRF വേണ്ടി ഞാൻ പഠിക്കാം, എനിക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ ആവണം എന്ന രീതിയിൽ. വെറൈറ്റി ആയിട്ടുള്ള നേർച്ചയാണല്ലോ. സാധാരണ ഞാനിപ്പോ പള്ളിയിലാണെങ്കിലൊക്കെ കാര്യം നടന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ അങ്ങോട്ട് വല്ലതും കൊടുക്കാന്നാ പറയുന്നത്. അഭിരാമി നേരെ തിരിച്ചായിരുന്നു. ഇത് കിട്ടുവാണെങ്കിൽ ഞാൻ എനിക്ക് വേണ്ടി തന്നെ അടുത്ത ലെവലിലേക്ക് പോകുന്നു. ഇതുപോലെയുള്ള വെറൈറ്റി മനുഷ്യന്മാരാവണം കേട്ടോ. ഞാൻ എപ്പോഴും ഈ പവർ ഓഫ് വിഷ്വലൈസേഷനിലൊക്കെ ഒരുപാട് വിശ്വസിക്കുന്ന ആളും. എന്റെയും കുറെ ഗോളുകളുണ്ട്. ഫോണിൽ എപ്പോഴും ഒരു ലിസ്റ്റ് ഓഫ് സാധനങ്ങൾ എഴുതി തയ്യാറാക്കിയതുണ്ടാവും. എന്റെ സ്ക്രീൻ സേവർ നോക്കിയാൽ പോലും എനിക്ക് വേണ്ടുന്ന റിപ്പീറ്റഡ് ആയിട്ട് കാണുന്ന ഒരു സംഭവമാണ്. എനിക്കാണെങ്കിൽ അതുപോലെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഞാൻ മറന്നു പോകും. അതുകൊണ്ട് ഞാൻ അത് വാൾപേപ്പർ ആക്കി ഇട്ടായിരുന്നു കാരണം നോക്കാന്. പിന്നെ കണ്ടായിരിക്കുമോ എന്റെ ഫോട്ടോയ്ക്ക് വരെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണല്ലോ നിന്റെ വാൾപേപ്പർ എന്ന് വെച്ചാല് ഞാൻ ഇതുപോലെ ഞങ്ങളുടെ ചാറ്റിന്റെ അകത്ത് ഞാൻ പിൻ ചെയ്തിട്ടു എനിക്ക് പേപ്പർ 1 ഇത്ര മാർക്ക്, പേപ്പർ 2 ഇത്ര മാർക്ക്. എന്നിട്ട് ഞാൻ പറഞ്ഞു എന്നെ ഡെയിലി ഇതുവരെ മോട്ടിവേറ്റ് ചെയ്യണം. ഞാൻ ഡെയിലി എക്സാം അറ്റൻഡ് ചെയ്യും. അതായത് രാവിലത്തെ ഷിഫ്റ്റ് ആണ് എനിക്ക്. 9 മണി തൊട്ട് 12 മണി ആയിരിക്കും ഞാൻ എക്സാം അറ്റൻഡ് ചെയ്യുന്നത്. ഞാൻ അറ്റൻഡ് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് ഞാൻ ഇടും. അത് നോക്കിയിട്ട് ഇവാലുവേറ്റ് ചെയ്തിട്ട് പറയണം എന്റെ ഏതാണ്. പുള്ളിക്കാരന് വർക്ക് ചെയ്യാതെ ഞാൻ എനിക്ക് പണിയെടുപ്പിക്കുമായിരുന്നു. സ്റ്റഡി പാർട്ട്ണറായിട്ട് ഫിയാൻസെ തന്നെ പിടിച്ചാക്കിയല്ലേ? അതെ, പകുതി ക്രെഡിറ്റ് അപ്പൊ പുള്ളിക്ക് കൊടുക്കണമല്ലോ. ഓഫ് കോഴ്സ് അത് തന്നെയാണ്. പുള്ളി നല്ലൊരു സപ്പോർട്ടാണ്. കാരണം എനിക്ക് കുറച്ച് ഇപ്പൊ ഞാൻ ജോലി വിട്ടിട്ട് നിൽക്കുകയാണ്. എനിക്കൊരു പേപ്പർ വാങ്ങാൻ പോലും എൻ്റെ 10 വയസ്സില്ല. പുള്ളിയാണ് എനിക്ക് ടെക്സ്റ്റ് മെറ്റീരിയലും കാര്യങ്ങളും എല്ലാത്തിനും എനിക്ക് സപ്പോർട്ട് ചെയ്ത് തന്നത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു കറണ്ടിന്റെ ഇഷ്യൂ വീട്ടില് അതിനുവേണ്ടി ബൾബ് മേടിച്ചിട്ട് തന്നു, കുറെ സപ്പോർട്ട് ചെയ്ത് തന്നു. പിന്നെ അമ്മയുടെ ആയാലും നല്ല രീതിയിൽ സപ്പോർട്ട് ഉണ്ടായിരുന്നു. എനിക്ക് നമ്മൾ കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ സ്വന്തമായിട്ട് പോലും കുക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇത് ഫുള്ള് തീർക്കണം. എനിക്ക് ടെൻഷനാണ്, ഇത് തീർക്കണം. ഞാൻ ഉറക്കത്ത് പോലും ഇല്ലായിരുന്നു. എനിക്കിത് നല്ലതുപോലെ എനിക്കിങ്ങനെ ബാക്ക് പെയിൻ ആയി നടുവേദന. ഞാൻ കിടന്ന് പഠിക്കാൻ തുടങ്ങി. കിടന്ന് ഞാൻ പഠിച്ചത് തന്നെ വീണ്ടും പഠിക്കാൻ തുടങ്ങി. കാരണം എനിക്ക് നല്ലതുപോലെ ഉണ്ടായിരുന്നു. ഫാദറിന്റെ ഫാമിലിയിൽ നിന്നായാലും നല്ലപോലെ സപ്പോർട്ടായിരുന്നു. ഫിനാൻഷ്യലി തന്നെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. കാരണം എനിക്ക് ആ സമയത്ത് കുറച്ച് നീഡ്സ് ആവശ്യമായിരുന്നു. തീർച്ചയായിട്ടും സന്തോഷം. ഇങ്ങനെ ഒരു ഭയങ്കര ഒരു ഭാഗ്യമാണ്. ഫോർച്ചുനേറ്റ് ആണ്. നല്ലൊരു ഫാമിലി സപ്പോർട്ട് ഉണ്ടാവുക പലർക്കും മിസ്സിംഗ് ആയി പോകുന്ന ഒരു കാര്യം കൂടിയാണ്. ഈ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ ഇനിയും JRF പോകണം,
നമ്മുടെ ഒരുപാട് പേരും ഇത് ആഗ്രഹിക്കുന്നുണ്ടാവും, അടുത്തത് നെറ്റിലേക്ക് JRF എത്തണം. അവരോട്, നമ്മുടെ സ്റ്റുഡൻസിനോട് എന്താ പറയാ? സാർ, എനിക്ക് സ്റ്റുഡൻസിനോട് പറഞ്ഞതിനേക്കാൾ മുമ്പ് അവരുടെ പേരൻസിനോടും അവരുടെ റിലേറ്റീവിനോടാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഒരു സ്റ്റുഡൻറ്റ് ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുക എന്നൊരു മൈൻഡ് സെറ്റിൽ വരുവാണെങ്കിൽ അവരെ ഒരിക്കലും ഡീമോട്ടിവേറ്റ് ചെയ്യരുത്. അവർക്ക് അതിനുള്ള അവസരം ഒരുക്കി കൊടുക്കണം. അല്ലെങ്കിൽ നിന്നെ കൊണ്ട് ഇത് പറ്റത്തില്ല എന്ന് പറഞ്ഞ് അവരെ ഡീമോട്ടിവേറ്റ് ചെയ്ത് മാറ്റരുത്. ഓക്കെ, ഒരു പേനയെങ്കിലും നിങ്ങളെ കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു പേനയെങ്കിലും മേടിച്ചു കൊടുക്കാൻ ശ്രമിക്കണം. അതൊക്കെയാണ് അവരെ ഇൻസ്പയർ ചെയ്യുന്നത്. എനിക്ക് വേണ്ടി അവർ എന്തെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ, അപ്പം ഞാൻ എന്തെങ്കിലും റിട്ടേൺ ചെയ്ത് കൊടുക്കണം. അതൊക്കെ അവരെ ആ പഠിക്കാനായിട്ട് നല്ലതുപോലെ ഇൻഫ്ലുവൻസ് ചെയ്യും. പിന്നെ സ്റ്റുഡൻസിനോട് പറയാനുള്ളത്, നമ്മൾ കുറച്ച് സമയമേ ഉള്ളൂ എങ്കിൽ പോലും ആ എക്സാം അങ്ങ് കംപ്ലീറ്റ് ചെയ്യുക. അതുവരെ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. എക്സാമിന് മുമ്പ് നിങ്ങൾ ഒരിക്കലും അത് വിട്ടിട്ട് പോകരുത്. എക്സാം ഡേ വരെ നിങ്ങൾ സ്ട്രഗിൾ ചെയ്ത് ആ എക്സാം എഴുതിയെടുക്കുക. ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല, ലെക്ക് അനുസരിച്ചിരിക്കും, ചിലപ്പോൾ കട്ട് ഓഫ് കുറയാം കൂടാ വേരി ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ എക്സാം മാക്സിമം അറ്റൻഡ് ചെയ്യുക, എന്തൊക്കെ പ്രശ്നം വന്നാലും. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം ഇൻസ്പയറിംഗ് ആയിട്ടുള്ള വാക്കുകൾക്കും അനുഭവങ്ങളൊക്കെ പങ്കുവെച്ചതിനും. ഇത് കാണുന്ന ഒരാള് എനിക്ക് ഉറപ്പുണ്ട് ഇൻസ്പയർഡായി തീരും എന്നുള്ളത്. അപ്പോൾ എല്ലാ വിജയാശംസകളും മുന്നോട്ടുള്ള കരിയറിലും, അടുത്തൊരു ജോലിയാണെങ്കിലും, പ്രിപ്പറേഷൻ ജേർണി ആണെങ്കിലും, വിവാഹ ജീവിതമാണെങ്കിലും എല്ലാ നന്മകളും ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.